السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيد رسول الله وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. പ്രിയപ്പെട്ട മക്കളെ, 9ാം ക്ലാസ്സിലെ തസ്കിയയിലെ 4ാമത്തെ പാഠം. എന്താണ് ആ പാഠം? അത്തബറുകു ബി ആസാരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷിപ്പുകൾ കൊണ്ട് ബറക്കത്തെടുക്കുക. വിഷയത്തിലേക്ക് പോകാം. ഹലക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅറഹു ബിമിനൻ വഹു ഫി ഹജ്ജത്തിൽ വദാ فأعطاه أبا طلحة وقال اقسمه بين الناس. വിധവാംഗ ഹജ്ജിൽ മിനായിൽ വെച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുടി ക്ഷൗരം ചെയ്യുകയും അത് അബൂ തുൽഹ റളിയല്ലാഹു അൻഹു നൽകിക്കൊണ്ട് ഇത് ജനങ്ങൾക്കിടയിൽ വീതിക്കുക എന്ന് പറയുകയും ചെയ്തു. ഇത് ജനങ്ങൾക്കിടയിൽ വീതിക്കുക എന്ന് പറയുകയും ചെയ്തു. وأخذ منه أبو طلحة ما أخذ وأعطى منه زوجته أم سليم. എന്നിട്ട് ഉമ്മി زوجته أم سليم. എന്നിട്ട് ഈ മഹാനായ അബൂ തുൽഹാദിൽ നിന്ന് അബൂ തുൽഹ റളിയല്ലാഹു അൻഹു തനിക്ക് ആവശ്യമുള്ളത് എടുക്കുകയും ബാക്കി തന്റെ ഭാര്യ ഉമ്മു സുലൈമിന് നൽകുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്. അങ്ങനെ ഭാര്യമാരങ്ങനെ നമുക്ക് കിട്ടുമ്പോ ഭാര്യനെ വെക്കണം, ഭാര്യ കിട്ടുമ്പോ ഭർത്താവിന് വെക്കണം. എന്തെങ്കിലും കയ്യിൽ കിട്ടിയാല് അത് മട്ടക്കാരാ, അത് ഉമ്മമാരല്ല, സ്ത്രീകളല്ല. നോക്കൂ നിങ്ങൾ, അബൂ തുൽഹാന്റെ കാര്യം നമ്മളെ പറഞ്ഞിട്ടില്ല. എന്നാൽ فجعلته في طيبها ثم أضافت إليه ما أخذته من عرق رسول الله صلى الله عليه وسلم أخذته وهو نائم في بيتها. മഹദിയ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ആ തിരുകേശം അവരത് തങ്ങളുടെ സുഗന്ധദ്രവ്യത്തിൽ ചേർത്തു വെച്ചു. പിന്നീട് തന്റെ വീട്ടിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങിക്കിടക്കുമ്പോൾ ശേഖരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവിയർപ്പും അതിലേക്ക് കൂട്ടിച്ചേർത്തു. കണ്ടോ, അത്രയാക്കി. ഉമ്മാന്റെ കൈ കിട്ടിയപ്പോ, പെണ്ണിന്റെ കൈ കിട്ടിയപ്പോ ആ മുടി, ആ തിരുകേശം സുഗന്ധമാക്കി മാറ്റി. പറയട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം فقال يا أم سليم ما هذا الذي تصنعين. ഉമ്മു സുലൈമേ, കഥഘട്ടങ്ങൾ അങ്ങനെ അവർ ഒരു കുപ്പിയിലേക്ക് ആ വിയർപ്പ് ശേഖരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്താണ്ടായി സംഭവിച്ചത്? അവിടെ ശേഖരിച്ചുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്നു. അപ്പൊ ചോദിച്ചു, ഉമ്മു സുലൈം നീ എന്ത് ചെയ്യുന്നു? എന്താ ഉമ്മു സുലൈമെ പറഞ്ഞു, എന്ത് ചെയ്യുന്നു? എന്താണിത്? നീ ചെയ്യുന്നത് എന്താണ് ഉമ്മു സുലൈമെ? ആദ്യം അറിയാ താഴത്തിക്കൊണ്ടോ നമുക്ക് സുഖം. ഉമ്മു സുലൈം കുടമായ ഭാഷയിൽ പറഞ്ഞു, യാ റസൂലല്ലാഹ് അവര് പറഞ്ഞു, ഇത് അങ്ങയുടെ വിയർപ്പാണ്, ഞങ്ങൾ ഇത് ഞങ്ങളുടെ സുഗന്ധദ്രവ്യത്തിൽ ചേർക്കുന്നു. മാത്രമല്ല, ചേർത്താൽ എന്റെ അവസ്ഥ ഇതാകട്ടെ, ഏറ്റവും ഉത്തമമായ സുഗന്ധദ്രവ്യമാണ്. പിന്നെയോ
ഞങ്ങളുടെ കുട്ടികൾക്ക് ഇതിലൂടെ ബറക്കത്ത് ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ പറഞ്ഞു അസബത്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ചെയ്തത് ശരിയാണ്, നീ സത്യത്തിലാണ്, നീ പയച്ചിട്ടില്ല. നല്ല ആശയമാണത്, നല്ല പ്രവർത്തനമാണത്. ഉമ്മമാരെ, മക്കളെ, കൂട്ടുകാരെ, നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഇതാണ് സ്വഹാബത്തിന്റെ വിശ്വാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പിനോട്, അവിടുത്തെ തിരുദേശത്തോട് അവർ കാണിക്കുന്ന ബഹുമാനം, ആദരവ് പറയട്ടെ. വേറെ സംഭവം, രണ്ടാം സംഭവം പറയാം. പിന്നീട് അവരുടെ മകൻ അനസ് റളിയല്ലാഹു അൻഹുവിനെ മരണസമയമായി. അപ്പോഴോ മരണസമയത്ത് റളിയല്ലാഹു അൻഹുവിന് മാലിക്കിന്റെ മരണസമയത്ത് മകൻ അദ്ദേഹം വസിയ്യത്ത് ചെയ്യുക, ഇലാ ഹഫീദി അയ്യുജഅല ഫീ ഹനൂതിഹി, തന്റെ കഫംപുടവിൽ പുരട്ടുന്ന സുഗന്ധദ്രവ്യത്തിൽ, അഥവാ ഹനൂത്ത് എന്ന് അറബി പറയും, ആ സുഗന്ധദ്രവ്യത്തിൽ നിന്ന് അല്പം ചേർക്കാൻ തന്റെ പേരക്കുട്ടിയോട് വസിയ്യത്ത് ചെയ്യുകയും ചെയ്തു. പേരക്കുട്ടിനോട് പറയാം, മോനെ ഉപ്പുപ്പ് മരിച്ചാൽ എന്നെ കഫൻ ചെയ്ത് കഫം പുറയിൽ സുഗന്ധം തേക്കും, സുഗന്ധം പുരട്ടും. അപ്പോ എന്റെ ഉമ്മത്തി ഉമ്മുസലയും ശേഖരിച്ചു വെച്ച് ഉണ്ടാക്കിയ ഈ സുഗന്ധമില്ലേ, അതും അല്പം ചേർക്കണേ. അങ്ങനെ അദ്ദേഹത്തിന്റെ കഫൻ സുഗന്ധദ്രവ്യത്തിൽ അത് ചേർക്കപ്പെടുകയും ചെയ്തു. ഈ മൂന്നാമത്തെ സംഭവം പറയാം. അതെന്താ? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅദ്ദിലു സുഫൂഫൽ ജയ്ശി ബിബദർ. ബദർ രണാങ്കണത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തിന്റെ അണികൾ നേരെയാക്കുകയായിരുന്നു. ഫറആ സവാദ ബിൻ അസിയ മുതഖദ്ദിമൻ മിൻ സ്വഫിഹി فطعنه رسول الله صلى الله عليه وسلم بقدحه في بطنه قائلا استقم يا سواد. കൊണ്ടുവന്നോ ഏതാ സുഖത്തിന് വേണ്ടിയിട്ട്? അപ്പോൾ സവാദ് ബിൻ അസിയ റളിയല്ലാഹു അൻഹു തന്റെ അണിയിൽ നിന്ന് മുന്നോട്ട് വലിക്കുന്നത് കണ്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കയ്യിലുണ്ടായിരുന്ന അമ്പ് അല്ലെങ്കിൽ വടി എന്താകട്ടെ കൊണ്ട് അദ്ദേഹത്തിന്റെ വയറിൽ ചെറുതായി കുത്തിക്കൊണ്ട് പറഞ്ഞു, സവാദ് നീ നേരെയാകൂ. ഒരു യുദ്ധ ക്യാപ്റ്റൻ ചെയ്യേണ്ട കാര്യമാണ്. പട്ടാളത്തിനെ നേരെയാക്കുമ്പോ അവരുടെ എന്തെങ്കിലും നെയ് കാട്ടിക്കൊടുത്ത് ചെയ്യിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം ഒന്ന് പയരങ്ങ തോണ്ടിയിട്ട് സവാദെ നേരെ നിൽക്കിയെന്ന് പറഞ്ഞു. പക്ഷേ ഫഖാൽ യാ റസൂലല്ലാഹ് ഔജഅതനി ഫഖദ് ബഅസക അല്ലാഹു ബിൽ ഹഖ് വൽ അദ്ൽ ഫഅഖിദിനി. അല്ലാഹ് വല്ലാത്ത കേട്ട സങ്കടം. എന്തേ സവാദ് പറഞ്ഞ? സവാദ് ബിൻ അസിയ റളിയല്ലാഹു അൻഹു എന്തേ പറഞ്ഞു? യാ റസൂലല്ലാഹ്, അല്ലാഹു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തേ പറഞ്ഞു? അല്ലാഹുവിന്റെ റസൂലേ, അവിടുന്ന് എന്നെ വേദനിപ്പിച്ചു. അല്ലാഹു അങ്ങയെ സത്യവും നീതിയുമായി നീതിയുമായിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത്. അതിനാൽ എനിക്ക് പകരം ചോദിക്കാൻ അഥവാ പ്രതികാരം ചെയ്യാൻ അവസരം നൽകിയാലും എനിക്ക് പകരം ചോദിക്കാൻ അവസരം തരൂ. അല്ലാഹുവിന്റെ റസൂൽ, ഇതല്ലേ നേതാക്കളുടെ നേതാവ്, പോളാന്നല്ല പറഞ്ഞേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അംബറുനിഹി ഖായിലാ ഇസ്തഖിദ് ഫഅതഖനഹു സവാദുൻ വഖബ്ബല ബത്നഹു. സവാദെന്ന് പറയുമ്പോ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
തന്റെ കമീസങ്ങ് പൊക്കിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പകരം ചെയ്തോ സവാദേ, സവാദ് പൊത്തിക്കരഞ്ഞില്ലേ? എന്നിട്ട് ആ തിരുമേനി അങ്ങ് കെട്ടിപ്പിടിച്ചു. ഉടനെ നബി തന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വയറ് തുറന്ന് കാട്ടിക്കൊണ്ട് പറഞ്ഞു, നീ പകരം വീട്ടിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു നബിയെ കൂട്ടിപ്പിടിക്കുകയും അവിടുത്തെ തിരുവയറിൽ ചുംബിക്കുകയും ചെയ്തു. ഖാല യാ റസൂലല്ലാഹ് ഹളറ മാ തറാ ഫഅറദ്തു അൻ യകൂന ആഖിറുൽ അഹ്ദി ബിക അൻ യമസ്സ ജിൽദി ജിൽദക. മുത്തുനബിയെ, ക്ഷമിച്ചാലും ഈ ഉണ്ടായതൊക്കെ ഉണ്ടായി. ഇത് ചിലപ്പോൾ എന്റെ ജീവിതത്തിന്റെ അവസാന സമയമായേക്കാൾ യുദ്ധമാണിത്. എന്റെ ജീവിതത്തിൽ നിമിഷം അമ്മയുടെ ശരീരമായി എന്റെ ശരീരമൊന്ന് കുത്തിമുട്ടിയാൽ അതെനിക്കൊരു ഹുർവിയായ പവറല്ലേ. അതുകൊണ്ടാണ് സവാദിനോട് ക്ഷമിച്ചാലും അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അവിടുന്ന് കാണുന്നത് പോലെ യുദ്ധത്തിന്റെ ഈ അവസ്ഥ വന്നെത്തിയിരിക്കുകയാൽ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ്? അതിനാൽ അങ്ങുമായുള്ള എന്റെ അവസാനത്തെ ബന്ധം, എന്റെ ചർമ്മം അങ്ങയുടെ ചർമ്മവുമായി സ്പർശിക്കുന്നതാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഫദഅലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖൈർ. അതെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടോ? അവിടുന്ന് പറഞ്ഞു, സഅദേ, നിനക്കുള്ള അനുഗ്രഹം തരട്ടെ. ഫദഅലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖൈർ. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നന്മക്കായി പ്രാർത്ഥിച്ചു. നാലാമത്തെ സംഭവം, ഇതെല്ലാം അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മാത്രമേ സത്യമുള്ളൂ എന്ന് തെളിയിക്കാൻ ഒന്നും വേണം നിങ്ങളെ പൊന്നുമക്കളെ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മാത്രമേ അള്ളാഹുവിന്റെ അടുക്കൽ ഇസ്ലാം മതത്തിൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള. അപ്പൊ നിങ്ങൾക്ക് മറ്റുള്ള മതങ്ങൾ അള്ളാഹുക്ക് സ്വീകരിക്കപ്പെട്ടതാണോ? ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അതിന്റെ മറുപടി അതാണ്. വഹാദാ മുആവിയത്തു ബിൻ അബീ സുഫിയാൻ قال لأهله عند موته إن رسول الله صلى الله عليه وسلم كساني قميصا فرفعته وقال ما ظفره يوما فأخذت غلامته فجعلتها في قارورا. മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു തന്റെ മരണസമയത്ത് കുടുംബക്കാരോട് പ്രകാരം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കൊരു കുപ്പായം സമ്മാനിച്ചിരുന്നു. ഞാനതന്ന് ധരിച്ചിട്ടില്ല, ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ദിവസം അവിടുന്ന് നഖം മുറിച്ചപ്പോൾ ഞാൻ ആ നഖങ്ങൾ ശേഖരിച്ചു എടുത്തു ഒരു കുപ്പിയിലാക്കി സൂക്ഷിച്ചിട്ടുമുണ്ട്. മഹാനായ മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ. ആരാണ് അവരൊക്കെ? പരിശുദ്ധ ഖുർആൻ ഓതി പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആളായി മാറിയ മുആവിയ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കൂട്ടുകാര് വേണോ? പരിശുദ്ധ ഖുർആനെ കൂട്ടുകാരാക്കിക്കോന്നോ? അങ്ങനെയുള്ള മുആവിയ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുമ്പോ കുടുംബക്കാരെ ഇങ്ങനെ ചുറ്റും നിൽക്കുന്നത് ഖലീഫും കൂടിയാണ്. അറിയിക്കണം കേട്ടോ. മദീന ഭരണാധിക ഒന്നാമത്തെ ഖലീഫയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. അവിടുന്ന് പറയാ, മക്കളെ, അനുയായികളെ, കുടുംബക്കാരെ, ഇതാ ഈ കുപ്പായം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് സമ്മാനിച്ചതാണ്. ഈ കുപ്പായം ഞാൻ ഉപയോഗിക്കാൻ പാത്തുവെച്ചതാണ്. ഇത് എന്തോ നിങ്ങൾ ഈ കുപ്പിയിലെ നഖക്കഷ്ണങ്ങൾ, ഇത് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ വിവരിച്ചപ്പോ ഞാൻ എടുത്ത് ഈ കുപ്പിയിൽ സൂക്ഷിച്ചതാണ്. എന്നിട്ട് എന്താ എനിക്ക് പറയാനുള്ളേ? فإذا مت فألبسوني ذلك القميص واسحقوا تلك الكلامة وضروها في عيني وفي فمي فعسى الله أن يرحمني ببركتها. അതിനാൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ മരണപ്പെട്ടാൽ എന്നെ ആ കുപ്പായം ധരിപ്പിക്കുകയും ആ നഖക്കഷ്ണങ്ങൾ പൊടിച്ചു എന്റെ കണ്ണുകളിലും വായിലും വിതറുകയും ചെയ്യുക.
എന്തുകൊണ്ട്? അതിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു എന്നോട് കരുണ കാണിച്ചേക്കാം. സ്വഹാബത്ത് ആരാണ്? അതുകൊണ്ടല്ലേ സ്വഹാബത്തിന്റെ വിശ്വാസം വിശ്വസിക്കാൻ മുഅ്മിനീങ്ങൾക്ക് സാധിക്കൂ. വിവരമില്ലാത്തവൻ പറയുന്നത് അതുകൊണ്ടൊക്കെ കാര്യം ഒരു കുപ്പാൻ വെച്ചോണ്ട് നഖൊക്കെ പൊടിച്ച് കണ്ണുമ്പോഴും തൊള്ളിയിട്ടുള്ളൂ, എന്ത് കിട്ടാൻ? അതുകൊണ്ട് നിനക്ക് മുഅ്മിനാകാൻ കഴിയില്ലടാ. അത് സ്വഹാബത്തെ കിറാം വിശ്വസിച്ചതുപോലെ വിശ്വസിക്കൂന്ന് പറഞ്ഞാൽ ഒരു പറയും പോയത്തക്കാർ വിശ്വസിക്കുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കാതോ? ഈ പുത്തനാശയക്കാരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി വളരെ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ. ഇവിടെ വരുന്ന പുത്തനാശയക്കാർ ആശയങ്ങൾ എന്തൊക്കെയാണ്, അവർ എങ്ങനെയൊക്കെ പറയും, അവരെങ്ങനെയൊക്കെ അവതരിപ്പിക്കുമെന്നൊക്കെ പരിശുദ്ധ ഖുർആൻ പെട്ടി തുറന്ന് പറഞ്ഞില്ലേ? സ്വഹാബത്ത് പൊട്ടന്മാരായി പോയറ്റക്കാരാക്കി അവരെ മാറ്റിയില്ലേ പുത്തനാശയക്കാർ? ഏതെങ്കിലും ഒരു പുത്തനാശയക്കാരൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുശേഷം ബഹുമാനിക്കുമോ? അപ്പോൾ സഹബ് ചോദിച്ചു കൊടുക്കും, ഈ സഹദ് കെട്ടിയാൽ ബഹുമാനിക്കുമോ? അവിടുത്തെ മുന്നിൽ പുത്തനാശയക്കാരന്റെ കൈ കിട്ടിയാൽ തിരുശേഷം ആചരിക്കുമോ? അതിനെന്താ വ്യത്യാസം? ഇവിടുത്തെ രോമം കിട്ടിയാൽ, അവിടുത്തെ നഖം കിട്ടിയാൽ സ്നേഹിക്കുമോ? ബറക്കത്ത് ഇതുപോലെ ചെയ്യുമോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി മുആവിയ്യ ബിൻ അബീ സുഫിയാൻ പറയാൻ, അത് പൊടിച്ചിന്റെ കണ്ണുമ്പോഴും വായിലും പറിച്ചരണേ വലറണേ. അൽഹംദുലില്ലാഹ്. എവിടെയാണ് അഹ്ലുസ് സുന്ന? നിങ്ങൾ മനസ്സിലാക്കിക്കണോ? തെളിവില്ലാത്തൊന്നും നമ്മുടെ അയിമ്മത്ത് നമ്മളെ പഠിപ്പിക്കൂല. ഞാൻ അഞ്ചാമത്തെ പറയാം. الإمام أحمد بن حنبل أعطي 3 شعرات من شعر رسول الله صلى الله عليه وسلم. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 3 മുടിനാടുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അഹ്മദ് ബിൻ ഹംബലിന് 3 ഷറബാത്ത് ലഭിച്ചിരുന്നു. തന്റെ മരണസമയത്ത് അദ്ദേഹം വസിയത്ത് ചെയ്തു. എന്താ വസിയത്ത് ചെയ്തത്? കാര്യങ്ങൾ കണ്ടോ? അങ്ങനെ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് എന്തേ പറഞ്ഞത്? തന്റെ മരണസമയത്ത് അദ്ദേഹം വസിയത്ത് ചെയ്തു, ഓരോ കണ്ണിന്മേലും ഓരോ മുടിയും, ഒരു മുടി നാവിന്മേലും വെക്കണം. സുബ്ഹാനല്ലാഹ്. എന്താ ഉപകാരം? അനക്ക് തിരിയൂലാന്നേ പറയാനുള്ളൂ, അനക്കത് തിരിയൂലാന്നേ പറയാനുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്ത് തിരിഞ്ഞിരിക്കണേ, അയിമ്മത്തുള്ള തിരിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ തിരികേറ്റം എന്റെ കണ്ണീരും എന്റെ വായിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് എനിക്ക് സന്തോഷം ലഭിക്കും. ഒന്ന് നാവുമ്പോഴും രണ്ടെണ്ണം ഓരോ കണ്ണുമ്പോഴും അള്ളാഹു കബൂലാക്കണേ. നീ കബൂലാക്കണേ അല്ലാഹു. സുന്നത്തി വൽ ജമാഅത്തിലായി വിശ്വസിച്ച് ജീവിച്ച് മരിക്കാൻ തുണകൂട്ടണേ അല്ലാഹ്. ഈ ദുനിയാവിന് വേണ്ടിയോ മറ്റോ വിജയത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയി, തയ്ച്ചുപോയി ഞങ്ങൾ ആഖിറ നഷ്ടപ്പെടുത്തുന്ന സന്ദർഭം തരല്ലേ റബ്ബേ. ഞങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദന്മാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ആരോഗ്യവും അഫിയത്തും ഏറ്റി കൊടുക്കണേ അല്ലാഹ് റബ്ബേ. ഞങ്ങളാകാൻ കഷ്ടപ്പെട്ട ഞങ്ങളെ ഉസ്താദുമാർ ശൈഖുമാർ ജീവിച്ചിരിക്കുന്നവർക്ക് നല്ല ആരോഗ്യവും അഫിയത്തും നൽകണേ അല്ലാഹ്. മന്നവരെ ഖബർ സ്വർഗ്ഗമാക്കണേ റഹ്മാനേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.